ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാനിപ്പോൾ ഒരു ട്രക്കിനുള്ളിലാണ്. നമ്മുടെ ടാറ്റ മോട്ടോഴ്സിന്റെ അൾട്ര T90 എന്ന് പറഞ്ഞിട്ടുള്ള ട്രക്കിനുള്ളിലാണ്. അപ്പം ഈ ഒരു ട്രക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രക്കാണ്. നമ്മളൊരു വാക്ക് അറൗണ്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രക്കിൽ ഇപ്പോൾ നമ്മളുടെ കൂടെ ഇതിന്റെ ഡ്രൈവർ ഉണ്ട്. ഇദ്ദേഹത്തോട് ചോദിച്ചിട്ട് എങ്ങനെയുണ്ട്. ഇപ്പം ഏകദേശം എല്ലാ ഹൈവേസിലൂടെ ഓടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൃഷ്ണഗിരി, ബാംഗ്ലൂർ കഴിഞ്ഞ് കൃഷ്ണഗിരിയിൽ നിന്ന് നേരെ ചെന്നൈ റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. അപ്പം മെയിനായിട്ട് ഇത്രയും ഓടിച്ചിട്ടുള്ള ഏകദേശം 53,000 കിലോമീറ്ററോളം ഇദ്ദേഹം ഓടിച്ചു കഴിഞ്ഞു. അപ്പം മെയിനായിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഓവറോൾ ചോദിക്കാം. അപ്പോൾ ഈ ഒരു ട്രക്ക് മെയിനായിട്ട് ഈ പാഴ്സൽ സർവീസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ട്രക്കാണ്. അതായത് അങ്ങനത്തെ പർപ്പസിലേക്ക് ഇപ്പോൾ കൊമേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് പാർട്സ് കൊണ്ടുപോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ കൊണ്ടുപോകാൻ, അങ്ങനെയുള്ള പർപ്പസിലേക്കാണ് എല്ലാവരും ഈ ഒരു ട്രക്കിനെ യൂസ് ചെയ്യുന്നത്. അപ്പം ഫേസ് 2 വന്നപ്പോഴത്തേക്കും ടർബോട്ടോൺ ടെക്നോളജിയും കൂടെ 2.0 വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടാണ് ഈ ഒരു ട്രക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ അലി എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രൈവർ ഉണ്ട്. ഹായ് ഭയ്യ. हाय मैडम, आप कैसे हो? मैं बढ़िया हूँ, आप सुनाओ? ഹിന്ദി ഒന്നും അത്ര നല്ലതല്ല, കുറച്ചൊക്കെ പഠിച്ച് തട്ടിക്കൂട്ടി വന്നതാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഓവറോൾ എക്സ്പീരിയൻസ് വിത്ത് ട്രക്ക് എക്സ്പീരിയൻസ്? 10 ईयर मैडम, 10 ईयर एक्सपीरियंस है ट्रक एंड इसको हम चला रहे हैं, आज हो गए यानी 9वां राउंड है इसका, इस ट्रक का. हाँ, थोड़ा आप बोल दो भैया, उससे मैं बता दूंगा. आप रिपीट कर दो मैडम, क्या पूछ रही है. ബൈ. അൾട്ര T90 ട്രക്കായിട്ടുള്ള റൂട്ട് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ ഓവറോൾ എക്സ്പീരിയൻസ്, ഈ ഒരു ട്രക്ക് വെച്ചിട്ട് ഇത്രയും കിലോമീറ്റർ ഓടിച്ചു, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? अच्छा सफ़र रहा, पूरा इंडिया घूम लिया. हम लेके मुंबई से चले थे, मुंबई से चेन्नई, चेन्नई से कोलकाता, कोलकाता से दिल्ली, दिल्ली से फिर मुंबई. तो ये चारों तरफ इंडिया के घूम रहे हैं. और टाटा बोलती है बचत भी भरोसा भी. तो मैं बता दूँ आपको, बचत इसका माइलेज इतना अच्छा है, 6+ जाता है. और भरोसा दिन पे दिन बढ़ रहा है, क्योंकि हम गाड़ी जितना भी चला रहे हैं बहुत अच्छा चल रहा है. टाइम से पहले गाड़ी डिलीवरी दे देती है. तो इससे क्या है कि हमारी बचत हो रही है, टाइम की बचत हो रही है और माइलेज भी अच्छा है. तो कस्टमर को लेने में बहुत ही अच्छा है. ഇപ്പോൾ ടോട്ടൽ എത്ര കിലോമീറ്റർ നമ്മളായിട്ടുണ്ട്? ഏകദേശം 1 കിലോമീറ്റർ ആണല്ലോ നമ്മുടെ ഈ ഒരു ഫുൾ റൗണ്ട് ഓടി തീരുമ്പോഴത്തേക്കും എടുക്കുക. അപ്പോൾ ഇപ്പോൾ എത്ര കിലോമീറ്റർ ആയി? അതേപോലെ ഇതിൻ്റെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഇതിൻ്റെ കംഫർട്ട് ലെവല്, സീറ്റിംഗ് കംഫർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാം. तो मैं बात करूँ इसकी चलने की, तो 1000 किलोमीटर चलने पर जैसे ही हमको यार 100 से 300 किलोमीटर चला रखे, जो भी आराम करना होता है तो पीछे स्लीपर बैठे उसमें जाके आराम कर सकते हैं. दूसरी बात बोलूँ मैं, इसका सीट इतना सस्पेंशन है, जो बैक में पेन बिल्कुल भी नहीं होता, बिल्कुल कम्फर्ट है. आगे पीछे आप जहाँ फिट कर सकते हो, इसको कोई दिक्कत नहीं है. और मैं बात करूँ उसके क्रूज कंट्रोल के नीचे, ക്രൂസ് കൺട്രോൾ. हाँ क्रूज कंट्रोल, तो यहाँ से हम इसको ओपन कर देते हैं और ये बटन लगा के छोड़ देते हैं. हमारी गाड़ी बिना एक्सीलेटर के जाती है, तो हमें जैसे थकावट बिल्कुल नहीं होती, पैर भी अच्छे से काम करता है एंड स्लिप कोई दिक्कत नहीं है. अगर मैं बात करूँ इसके क्रूज कंट्रोल की, तो हम इसको लगाते हैं जैसे कि बिल्कुल नो ट्रैफिक एरिया, प्लेन रोड है, तो इसको लगा देते हैं हम. यहाँ से ये लगा के इसको दबा देते हैं. और जो हमारा हाँ वो एक्सीलेटर वाला पैर है, उसको दूर हटा लो. गाड़ी जो भी स्पीड सेट कर रखी है उस पर जाती रहती है हमारी गाड़ी. चलते जाओ आराम से, कंफर्ट है एकदम, नो थकान. അതേപോലെ ഇതിൻ്റെ ക്ലസ്റ്ററിൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട് അല്ലേ? ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഞാൻ റിവ്യൂ എടുത്ത സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ ഇൻഫർമേഷൻസ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ? കറക്റ്റ് നോട്ടിഫിക്കേഷൻ, ഇപ്പോൾ സർവീസ് ഇൻ്റർവെല്ല് കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാമോ? अगर मैं बात करूँ इसके ब्रेक डाउन होने पर तो क्या होता है कि जो ये हमारा क्लस्टर है, तो यहाँ पे फॉल्ट नंबर आ जाते हैं. हम उसका फ़ोटो खींच के वर्कशॉप में भेज देते हैं, तो हमें पार्ट वहाँ से उपलब्ध हो जाता है उसी नंबर का. तो हमें बिल्कुल ही आसानी हो जाती है कि बताने की ज़रूरत नहीं है कि हाँ यार ये दिक्कत हो रही है, वो दिक्कत हो रही है. क्लस्टर पे फॉल्ट नंबर आ जाते हैं जो हमें अवेलेबल हो जाते हैं. അപ്പോൾ അലിഭായ് നമുക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ അൾട്ര T90 ഫുൾ ഡീറ്റെയിൽസ്, അതായത് ഇതിൻ്റെ ലോങ് ജേർണിയിലുള്ള കംഫർട്ടും, അതുപോലെ തന്നെ ഇതിൻ്റെ ക്രൂയിസ് കൺട്രോളൊക്കെ എത്രത്തോളം ഹെൽപ്ഫുള്ളാണ്, അദ്ദേഹത്തിന് ബോഡി പെയിനോ കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും ഏകദേശം 53,477 കിലോമീറ്ററോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്തു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ടെസ്റ്റിംഗ് സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ തന്നെ ഒരുപാട് സന്തോഷം, കാരണം കുറേ നല്ല എക്സ്പീരിയൻസ് കിട്ടി. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഒരു ട്രക്ക് ഈ കൊമേഴ്ഷ്യൽ പർപ്പസിലേക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് മാക്സിമം എല്ലാം നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.